RJ അഞ്ജലി ക്ഷമിക്കണം. വിശാല മനസ്കനായ ആശാൻ RJ അഞ്ജലിയോട് ക്ഷമിച്ചിരിക്കുന്നു. RJ അഞ്ജലി കഴിഞ്ഞ ദിവസം ആസനത്തിൽ മൈലാഞ്ചി ഇടണം, മെഹന്തി ഇടണം എന്നൊരു വിഷയമായിട്ട് മുന്നിലേക്ക് വന്നത് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. ആ വിഷയത്തിൽ അവർ എൻ്റെ പൊന്നളിയെ ക്ഷമിക്കണ പറ്റിപ്പോഴവേ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷമാർപ്പണത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് വേറൊരു ഉദ്ദേശത്തോടെ പറഞ്ഞ ക്ഷമയാണ്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കൂടുതലായിട്ട് വീട്ടില നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം RJ അഞ്ജലിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പലരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചകളായി മാറി. ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RJ അഞ്ജലി ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട്, RJ അഞ്ജലിയും അവരുടെ കൂടെയുള്ള ആളും കൂടെ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, കല്യാണത്തിന് മെഹന്തി ഇടണം. എവിടെ ഇടണ്ടേ? കയ്യിലും കായലും ഒന്നുമല്ല, അങ്ങ് ആസനത്തിൽ മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇത് കേട്ട മെഹന്തി ആർട്ടിസ്റ്റ് അപ്പോഴേ കോൾ കട്ട് ചെയ്തു. ഇവര് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പല ആളുകൾക്കും അരോചകമായിട്ട് തോന്നി. പക്ഷെ RJ അഞ്ജലിക്ക് അപ്പോഴും ഞാൻ ചെയ്തത് വളരെ ശരിയാണ്, ഞാനൊരു പ്രങ്ക് സോയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി സംസാരിച്ചിരുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും പല ആളുകളും പല തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാണ്. പുള്ളിക്കാരി പൊന്നളിയ മാപ്പെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് RJ അഞ്ജലി ഇവരുടെ ആസനത്തിൽ മൈലാഞ്ചി ഇടുന്ന സാധനം നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ക്ഷമാർപ്പണത്തിലേക്ക് വരാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാം? ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? കൈക്ക് എത്ര? കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? ഇത് കേട്ടപ്പോഴേ നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് കോൾ കട്ട് ചെയ്തിട്ട് കണ്ടം വഴി പോയി. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പോൾ ആദ്യമൊക്കെ പുള്ളിക്കാരി മുണ്ടും മടക്കി ആരുടെ എന്നോട് ചോദ്യം ചെയ്യാൻ എന്നുള്ള സ്റ്റൈലിൽ നിന്നെങ്കിലും ലാസ്റ്റ് മുട്ടുമടക്കേണ്ടതായിട്ട് വന്നു. പുള്ളിക്കാരി സമർപ്പണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സമർപ്പണം കേട്ടിട്ട് നമ്മുടെ കുറെ ട്വിസ്റ്റ് കാര്യങ്ങൾ പറയാം. നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എന്റെ പൊന്നളിയ അമ്മതി സംസാരിക്കില്ലേ? സഭ്യമായ സംസാരിച്ചോ. താങ്കളുടെ കുണ്ടിച്ചൊക്കെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി, അങ്ങനെ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് ഈ അർത്ഥത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായി? നമുക്ക് കാര്യം പിടികിട്ടില്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത അതേ സാധനം തന്നെയാണ് ആൾക്കാരിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ആളുകൾ അത് എടുത്തത്. അതാണ് ശരി. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. മനുഷ്യന്മാർക്ക് തെറ്റുകൾ പറ്റും, സ്വാഭാവികം. ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി തിരുത്തി പറയുക എന്നത് വളരെ വലിയ മനസ്സ്. ആ വലിയ മനസ്സ് താങ്കൾ കാണിച്ചു. പക്ഷെ അതിനകത്ത് എനിക്ക് ചില പൊരുത്തക്കേടുകളുണ്ട്, ചില യോജിപ്പ് കുറവുകളുണ്ട്. അതിലേക്ക് നമുക്ക് വരാട്ടോ, ബാക്കിയേക്കാം. ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആ വാക്കല്ല പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചത്. ഇതുവരെയായിട്ട് അത് മനസ്സിലായില്ലല്ലേ? ആ വാക്കല്ല മുറിവേൽപ്പിച്ചത്. ആ വാക്ക് നമ്മുടെ ശരീരഭാഗത്തിലുള്ള ഒരു വാക്കാണ്. ആ വാക്കല്ല മുറിവേൽപ്പിച്ചത്. നിങ്ങൾ വിളിച്ച് ഒന്നാം വാക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2, നിങ്ങൾ ഒരാളുടെ തൊഴിലിനെയാണ് അധിക്ഷേപിച്ചത്. അതാണ് പ്രശ്നമായത്. ഓക്കെ, ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് പോലും പാപത്തിന് മനസ്സിലായിട്ടില്ല. നിഷ്കളങ്ക. രൂപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. ഇത് നമ്മൾ ചെയ്ത തെറ്റല്ല, ഇത് മീശ മാധവൻ ചെയ്ത തെറ്റാണ്. മീശ മാധവൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മീശ മാധവനാണ് തെറ്റുകാരൻ. നിങ്ങളല്ല മീശ മാധവനെ പോയി പറയാം. എന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ. സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇവര് സ്വാഭാവികമായിട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ ചിന്തിച്ച രീതിയിൽ ആൾക്കാർ എടുത്തില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വിടുമ്പോഴത്തേനും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാന്നുള്ളൂ. അതിന് നമ്മൾ മെഴുകിയിട്ട് കാര്യമില്ല. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ചെയ്ത സാധനം ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ,
പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ആയതിനാൽ നമുക്ക് അവരോട് എന്ത് തോന്നിയ ദിവസവും പറയാമെന്നാണോ ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഈ വിളിക്കുന്ന ആളുടെ മാനസിക നില കൂടെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ ഒരു പ്രാങ്ക് കോൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ അഗ്രഗണ്യാണ്. എന്നാലും ഒരു പ്രാങ്ക് കോൾ എന്ന് പറയുമ്പോഴത്തേനും ലാസ്റ്റ് ഇതൊരു പ്രാങ്ക് കോൾ ആണെന്ന് പറയുമ്പോൾ അവർക്കും അതിനകത്തൊരു നർമ്മം ഉണ്ടാകണം, അവർക്കും ഒരു സന്തോഷം ഉണ്ടാകണം, പ്രാങ്ക് ചെയ്യിപ്പിച്ചവന് സന്തോഷം ഉണ്ടാകണം, പ്രാങ്കിന് കൂട്ടുന്ന നമുക്കും സന്തോഷം ഉണ്ടാകണം. ഇതാണല്ലോ പ്രാങ്ക് കോൾ. അല്ലാതെ ഈ പ്രാങ്കിന് ഇരയാക്കപ്പെട്ടവന് അയ്യേ അല്ലെങ്കിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇത് എന്തൊരു അരോചകമാണ് എന്നൊരു ഫീൽ അല്ല ഉണ്ടാകേണ്ടത്. ആ ഫീലാണ് നിങ്ങൾ ചെയ്ത സകല വീഡിയോസിനും ഉണ്ടായിട്ടുള്ളത്. ഒരു ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ്റെ ഡംബിൾ കഥ അതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ലോ. ചേച്ചിയുടെ കേക്ക് വളരെ ശോചനീയ രീതിയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ക്ഷമ പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട് ആ പ്രസ്ഥാനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്നറിയാം, ഇവർ ഈ നന്ദി പറഞ്ഞത് ശരിക്കും ഈ മെഹന്തി ആർട്ടിസ്റ്റ് കേസ് ഫയൽ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അതിനോട് ഭയന്നിട്ടാണോ അതോ സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകുന്ന അതിഭീകരമായ സൈബർ ബുള്ളിങ് കാരണമാണോ മാപ്പ് പറഞ്ഞത് എന്നൊരു സംശയം, ഒരു ചോദ്യചിഹ്നമായി നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവര് ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട കുറച്ച് സ്റ്റോറീസിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ഇവർ മനസ്സിലാക്കിയത് ആസനം എന്ന് പറഞ്ഞ വാക്കിന്റെ പര്യായപദം അവർ ഉപയോഗിച്ചതാണ് തെറ്റ് എന്നാണ് ഇവർ ചിന്തിച്ചത്. അതല്ല കേട്ടോ തെറ്റ്, നമുക്ക് പറയാം, അതിലേക്ക് വരാം. ആദ്യത്തെ സ്റ്റോറി ഈ പറഞ്ഞ പോലെ തന്നെ മീശ പിരിച്ചാൽ മീശ മാധവനിലെ കണി 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 ആ സീനിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ചെയ്തത് ശരിയാണ്, പുള്ളിക്കാരൻ നീല കളർ അടിച്ചിട്ടില്ലേ, ശരിയാണ് എന്ന രീതിയിൽ പ്രതിപാദിക്കുന്ന സാധനമാണ് ഇട്ടത്. അതിനുശേഷം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ സംസാരിക്കുന്നത്, ഈ ഗൂഗിൾ ഫോംസിൻ്റെ ഒക്കെ ഫോട്ടോ ഇട്ട് അത് പോട്ട്, അതിനകത്തൊന്നും ഒരു പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത ഒരാളുടെ ഒരു ചാറ്റ് ഇട്ടു. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ നാടാണ്, ആക്ഷേപഹാസ്യത്തിൻ്റെ ഈറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഇപ്പോൾ മനുഷ്യർ ഇവിടെയും ചെയ്യുന്നു. ഇതിനെ ഇങ്ങനെയെങ്കിലും തുറന്നു കാണിക്കാൻ കഴിഞ്ഞല്ലോ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന പുസ്തകം തിരുവിതാംകൂർ രാജാവിൻ്റെ മന്ത്രിയുടെ കടിക്കാൻ പബ്ലിക്കായി ചെന്ന ഒരാളുടെ കഥ ഞാൻ 30 വർഷം മുമ്പ് വായിച്ചതാണ്. രാജാവിനും ഈ മന്ത്രി നേർത്ത ഒറ്റമുണ്ടുടുത്ത് നടക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. അന്ന് മുതൽ കൊട്ടാരത്തിൽ ഒറ്റമുണ്ട് ഉടുത്തുള്ള പ്രവേശനം നിരോധിച്ചു. ഇത് ചരിത്രമാണ്, പൊതുജനം പലവിധം, ഡോണ്ട് കെയർ, ഗോ ഹെഡ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സുഹൃത്തെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഇദ്ദേഹം ഒരു വക്കീലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 30 വർഷം മുമ്പ് ഇദ്ദേഹം വായിച്ചൊരു കഥയുമായിട്ടാണ് പുള്ളിക്കാരൻ കറണ്ട് സിനാരിയോ താരതമ്യം ചെയ്യുന്നത്. കുറച്ചും കൂടെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ പല സ്ത്രീജനങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള സൗകര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ്സ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം മാറുമറയ്ക്കാൻ തുടങ്ങി നടക്കുമോ? സോ കാലം മാറുന്നതനുസരിച്ചിട്ട് കോലവും മാറണം. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നു, നമ്മളിലേക്ക് കൂടുതൽ പുരോഗമനവാദം വരുന്നു, നമ്മൾ കൂടുതലായിട്ട് അറിവുള്ളവരായി മാറുന്നു. അപ്പോൾ ശരി ഏത് തെറ്റ് ഏത്, ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തെറ്റെന്ന് തിരിച്ചറിയണ്ടേ? അതുപോലും അറിയാത്തൊരു വക്കീൽ. ശരി, വക്കീലാന്ന് തോന്നുന്നു കേട്ടോ. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റിനുള്ള റിപ്ലൈ ആണ്, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അറിയണം, അത്രേ ഉള്ളൂ താൻ എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ആൾ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റിന് കൊടുത്ത റിപ്ലൈ ആണ്, വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഉണ്ടി തെറി അല്ല എന്നെങ്കിലും മനസ്സിലാക്കണം. അപ്പോഴും അവർ ആ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു, അവർ ആ പറഞ്ഞതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു ചാറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് അത് ഈ പറയുന്ന അത് വേണ്ട. പിന്നെ അവിടെ മെഹന്തി ഇടുന്ന കാര്യമാണല്ലോ ഇപ്പൊ ചർച്ച. തീർച്ചയായിട്ടും അവിടെ മെഹന്തി ഇടുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ചർച്ച. താങ്കൾ ആ മെഹന്തി ഇടുന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? താങ്കൾ പോയി മെഹന്തി ഇടാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ആണെൻ്റെ ഇതാണ് ഇതിനകത്തെ ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളെ അധിക്ഷേപിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്നതും അതിനെ ഇവര് കൂടുതൽ അടിസ്ഥാനം നൽകുന്ന ഒരു സാധനമാണിത്. മെഹന്തി ആർട്ടിസ്റ്റിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതാണ്. അവരോട് എവിടെ ഇടണമെന്ന് പറഞ്ഞാലും അവരിട്ട് തന്നേ പറ്റൂ. അത് പറയാൻ നിങ്ങളാരാണ്? അവരെനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവരാണ് തീരുമാനിക്കുന്നത് ഇന്ന സ്ഥലത്ത് ചെയ്യണോ, ഇന്ന വർക്ക് ഞാൻ എടുക്കണോന്ന്. ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, നീ അവിടെ ഇട്ട് തന്നേ പറ്റൂ എന്നൊന്നും ആജ്ഞാപിക്കണമെന്ന് നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? ഇപ്പോഴും ഞാൻ കുറെ കാശ് കയ്യിലുണ്ട്, ഞാൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യണമെന്നില്ല.
നിങ്ങളൊരു ആർജയല്ലേ. ഞാൻ കുറെ കാശ് തന്നിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന അവരാതെ മൊത്തം നിങ്ങൾ വിളിച്ചു പറയുമോ? തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറഞ്ഞ് ഞാൻ കുറെ കാശ് തന്നത് നിങ്ങൾ പറയുമോ? അപ്പം നമുക്ക് കുറെ എത്തിക്സ് വേണ്ടേ? അപ്പോൾ ഒരു എത്തിക്സ് ഇല്ല. എനിക്ക് കുറെ കാശുണ്ട്, ഞാൻ കുറെ കാശ് കൊടുക്കും. മെഹന്തി ആർട്ടിസ്റ്റിനോട് ഞാൻ അവിടെ ഇടാൻ പറഞ്ഞിടണം, ഇവിടെ ഇടാൻ പറഞ്ഞിടണം, അവിടെ ഇടാൻ പറഞ്ഞിടണം. അങ്ങനെയല്ല സംഭവം. നിങ്ങൾ കാശിൻ്റെ ഒരു അഹങ്കാരമാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചത്. അത് ഇനി ന്യായീകരിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയത്തില്ല. എത്രയോ പേര് മെഹന്തി ഇടുന്ന എത്രയോ പേരുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യത താങ്കളെ കൊണ്ട് സാധിക്കുമെങ്കിൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ അതിയായ സൈബർ ബുള്ളിങ് കൊണ്ടാണ് ഇവരിങ്ങനെ കിടന്ന് മെഴുകുന്നത് അല്ലെങ്കിൽ ക്ഷമ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നാണ് ക്ഷമ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനിയും തുടരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രാങ്കുകളൊക്കെ ഒരുപാട് ആളുകൾ ആസ്വദിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള ഒരു വില നിങ്ങൾ തന്നെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ. ബൈ.